നമസ്തേ, എല്ലാവർക്കും ദ ഗോസ്പൽ ഓഫ് റിയാലിറ്റിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഡോക്ടർ സൂസൻ കോരത്ത്, ലൈഫ് സൈക്കോളജിസ്റ്റ് ആൻഡ് മൈൻഡ് വെൽനസ് കോച്ച്. എല്ലായ്പ്പോഴും നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ഇന്നും നമ്മുടെ ഹോളി ബുക്കിലെ ഒരു ഭാഗവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് എങ്ങനെ ആ നല്ലൊരു മെസ്സേജ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നന്നായിട്ട് പ്രാവർത്തികമാക്കാമെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും നിങ്ങളുടെ റിലേറ്റീവ്സുമായിട്ടും ഒക്കെ ഇത് ഷെയർ ചെയ്യണം. തീർച്ചയായിട്ടും ആർക്കെങ്കിലും ഒക്കെ ഇത് പ്രയോജനപ്രദമായിരിക്കും, എനിക്ക് നല്ല ഉറപ്പുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കേണ്ട പല കാര്യങ്ങളുണ്ട്. അത് വളരെ വയസ്സായിട്ടുള്ളവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, പലരും ബുക്കുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഹോളി ബുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള പല നല്ല നല്ല മെസ്സേജസിൻ്റെയും ഒരു കൂമ്പാരമാണെന്ന് ഞാൻ പറയും. ഇന്ന് നമ്മൾ നോക്കുന്നത് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിലെ 7-8 വാക്യങ്ങളാണ്. അത് പ്രാർത്ഥനയുടെ ശക്തിയാണ് പറഞ്ഞിരിക്കുന്നത്. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്ന് കിട്ടുകയും ചെയ്യുന്നു. എത്ര മനോഹരമായ വാക്യങ്ങളാണല്ലേ. അങ്ങനെയൊക്കെ നമുക്ക് കിട്ടിയ എന്ത് സുഖമല്ലേ. ചോദിക്കുമ്പോൾ കിട്ടുന്നു, അന്വേഷിക്കുമ്പോൾ കണ്ടെത്തുന്നു, മുട്ടുമ്പോൾ തുറക്കപ്പെടുന്നു. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന, പലരും ചെയ്യുന്നത്, അവിടെ ഇരുന്നുകൊണ്ട് നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് പലരും അത് വിശ്വസിച്ചിരിക്കുന്നത്. നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക, ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ഇങ്ങനെ തരും. നമ്മൾ ദൈവത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിട്ടും. ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുക, അപ്പോൾ ദൈവം നമുക്കിങ്ങനെ പൊഴിഞ്ഞ് തന്നുകൊണ്ടിരിക്കും എന്നുള്ള രീതിയിൽ. അങ്ങനെയല്ല ആ വാക്യത്തെ നമ്മൾ കാണേണ്ടതും അതനുസരിച്ച് നമ്മൾ ജീവിക്കേണ്ടതും. നമ്മളെല്ലാവരും, നമ്മുടെ എല്ലാം ഹ്യൂമൻ ബീയിങ്ങിൽ നമുക്കറിയാം, നമ്മളിലെല്ലാം ദൈവികമായ ഒരു അംശമുണ്ട്, ദൈവികതയുണ്ട്. ദൈവം ഒത്തിരി കാര്യങ്ങൾ നമ്മളിലേക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ തന്നെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ടാലൻസ്, നമ്മുടെ എബിലിറ്റീസ്, നമ്മുടെ ഇൻ്റലിജൻസ്, അങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് അളവറ്റ രീതിയിൽ ദൈവം തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് അത് നമ്മളോട് തന്നെയുള്ളൊരു കമ്മ്യൂണിക്കേഷനായിട്ടാണ് എല്ലാവരും നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നമുക്ക് ഒരു കോൺഷ്യസ് ലെവൽ ആൻഡ് അൺകോൺഷ്യസ് ലെവലുണ്ട്. അതിൻ്റെ ഒരു സെമി കോൺഷ്യസ് ലെവൽ നമ്മൾ സാധാരണ സബ് കോൺഷ്യസ് ലെവൽ എന്ന് പറയും. പക്ഷേ നമ്മൾ അൺകോൺഷ്യസിലാണ് നമ്മുടെ ദൈവം വസിക്കുന്നത്. ദൈവം അവിടെയാണ് ഇരിക്കുന്നത്. ആ അൺകോൺഷ്യസിലേക്കുള്ള നമ്മൾ കൊടുക്കുന്ന മെസ്സേജുകളാണ് നമ്മുടെ പ്രാർത്ഥന. അത് അവിടെ എത്തിക്കഴിയുമ്പോൾ അവിടെ നിന്നാണ് നമുക്ക് പല രീതിയിലുള്ള ആൻസേഴ്സ് കിട്ടുന്നത്. അപ്പം നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായാൽ, ഒരു പ്രയാസമുണ്ടായാൽ, അത് നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടായാൽ, നമുക്ക് ഗോൾസ്, നമുക്ക് ഡ്രീംസ് ഒക്കെ നമ്മുടെ ലൈഫിലുണ്ടല്ലേ, നമ്മൾ ഒത്തിരി കാര്യങ്ങൾ സെറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്കൊരു കാര്യത്തിന് ആൻസർ വേണമെന്നുണ്ടെങ്കിൽ, അതിനൊരു ഉത്തരം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇരിക്കുക, നമ്മൾ നമ്മുടെ അൺകോൺഷ്യസിലേക്ക് നമ്മളിങ്ങനെ മെസ്സേജസ് കൊടുക്കുക, നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം, നമ്മൾ ചോദിക്കണം, എനിക്കിതിനുള്ള ആൻസർ വേണം. എന്താണ് എന്നിലുള്ള ഏറ്റവും നല്ല കഴിവുകൾ, എന്താണ് എൻ്റെ എബിലിറ്റീസ്, എനിക്ക് എന്ത് ടാലൻസ് ആണുള്ളത്, ഏത് രീതിയിലാണ് എനിക്ക് എൻ്റെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ, ഒരു ചലഞ്ച് ഉണ്ടായാൽ, ഒരു പ്രയാസമുണ്ടായാൽ നമ്മളിങ്ങനെ ചോദിക്കണം. അതെങ്ങനെയാണ് ഞാനതിനെ മാനേജ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഞാനതിനെ ടാക്കിൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഞാൻ മുമ്പോട്ട് പോകേണ്ടത്. അല്ലെങ്കിൽ എനിക്ക് ഒരാളുമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായാൽ, അവിടെ പെരുമാറ്റത്തിലോ അല്ലെങ്കിൽ അയാളുമായിട്ടുള്ള കോൺവെർസേഷനിലോ നമുക്കൊരു ഇഷ്യൂ ഉണ്ടായാൽ നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചുകൊണ്ടേയിരിക്കണം. എങ്ങനെയാണ് ഞാനിതിനെ ടാക്കിൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഞാൻ ഈ വ്യക്തിയോട് ഇനി പെരുമാറേണ്ടത്, എന്ത് രീതിയിലുള്ള റിലേഷൻഷിപ്പാണ് ഞാൻ ഈ വ്യക്തിയുമായിട്ട് വെക്കേണ്ടത്. അങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. അവനോടുള്ള ഒരു കോൺവെർസേഷനാണ്, ആ ദൈവത്തിൻ്റെ പ്രസൻസിൽ അവനോടുള്ള കോൺവെർസേഷനാണ് പ്രാർത്ഥന എന്നുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ദൈവം നമുക്ക് ആൻസേഴ്സ് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഡിസിഷൻ മേക്കിംഗ് ഇൻ ലൈഫ്. ഇതൊന്നും ആരെയും അൺഫോർച്ചുനേറ്റ്ലി പലരും പഠിപ്പിച്ചിട്ടില്ല. നമ്മളൊക്കെ കുട്ടികളെ പഠിപ്പിക്കേണ്ട കുറേ സ്കില്ലുകളുണ്ട്. അതിലൊന്നാണ് ഡിസിഷൻ മേക്കിംഗ്. എന്താണ് തീരുമാനം എടുക്കേണ്ടത്, എന്ത് ചോയ്സാണ് നീ മേക്ക് ചെയ്യേണ്ടത്, അത് തീർച്ചയായിട്ടും ഓരോ വ്യക്തിയും ഏറ്റവും വൈറ്റലായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ആ രീതിയിൽ നമുക്ക് ഡിസിഷൻ മേക്കിംഗ് സാധ്യമാകുമ്പോൾ, നമുക്ക് നമ്മുടെ ചോയ്സിനെ മേക്ക് ചെയ്യാൻ സാധിക്കുമ്പോഴാണ് അതൊരു ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജിലേക്ക് വരുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യമേ നമ്മൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മളോട്, എങ്ങനെയാണ്, ഏത് രീതിയിൽ വേണം. അപ്പോൾ നമുക്ക് കുറേ ആൻസേഴ്സ് കിട്ടും. എന്നിട്ടാണ് പിന്നെ നമ്മൾ വഴികൾ തേടുക. എങ്ങനെയാണ് ഈ ആൻസേഴ്സിനെയൊക്കെ എനിക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കുക. എനിക്കിങ്ങനെയൊക്കെ കുറേ ഐഡിയാസ് വരുന്നുണ്ട്. എൻ്റെ തലയിൽ നിന്ന് ക്രിയേറ്റീവായിട്ട് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ വരുന്നത്. ദൈവം എന്നോട് പറയുന്നത് പോലെ, ഇങ്ങനെ ചെയ്താൽ നിനക്കത് പ്രയോജനപ്രദമായി തീരും എന്നോട് പറയുന്നത് പോലെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ആ ആൻസേഴ്സിനെ എടുത്തുകൊണ്ട് അതിന് എങ്ങനെയാണ് അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നോർത്ത്
ഞാനിങ്ങനെ അതന്വേഷിക്കും അല്ലേ. നമ്മളങ്ങനെ അതന്വേഷിക്കുമ്പോൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ മാത്രമല്ല, വേണമെങ്കിൽ എക്സ്റ്റേണൽ ആൾക്കാരും നമുക്ക് ആവശ്യമായിട്ട് വരും. നമ്മൾ ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് കിട്ടാത്ത ആൻസേഴ്സ് നമ്മൾ ബുക്കുകളിൽ തപ്പും, അങ്ങനെ നമ്മൾ അന്വേഷിക്കും. അതുപോലെ തന്നെ വേറൊരു വ്യക്തി, ആ വ്യക്തിയെ നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് നമ്മൾ അതിൽ നിന്ന്, ആ വ്യക്തിയിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് പ്രയോജനം കിട്ടണമെങ്കിൽ അത് നമ്മൾ ചോദിച്ച് അത് മനസ്സിലാക്കി, അല്ലെങ്കിൽ എനിക്കൊരു സഹായം വേണം, അങ്ങനെ നമ്മൾ ചോദിച്ച് നമുക്കാവശ്യമായ കാര്യങ്ങൾ നേടിയെടുക്കാൻ ഏറ്റവും കെൽപ്പുള്ളവരായിട്ട് തന്നെയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നതും നമ്മളെ ഈ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നതും. അപ്പോൾ നമ്മൾ ആ സൃഷ്ടാവിനെയാണ് നമ്മൾ നോക്കേണ്ടത്. ആ സൃഷ്ടാവാണ് നമ്മളോട് പറയുന്നത്, നിനക്ക് ആവശ്യമായ കാര്യങ്ങൾ നീ ചോദിക്കുമ്പോൾ നിനക്ക് ലഭിക്കും. നീ അന്വേഷിച്ച് നിൻ്റെ വഴികളെ കണ്ടെത്തണം. അതെങ്ങനെ വേണം, ഏത് രീതിയിൽ വേണം. അവിടെയാണ് നമ്മൾ പറയുന്നത് എൻ്റെ സ്ട്രാറ്റജി പ്ലാൻ ഫോർ മൈ ലൈഫ്. എങ്ങനെയാണ് എൻ്റെ ജീവിതം ഞാൻ ഈ ഭൂമിയിൽ നമ്മുടെ ഈ പ്രകൃതിയുമായിട്ട് ചേർന്നുകൊണ്ട് നമ്മളുടെ ചുറ്റിനുമുള്ള ആൾക്കാരുമായിട്ട് അവരുമായിട്ടുള്ള റിലേഷൻഷിപ്സിനെയൊക്കെ മാനേജ് ചെയ്തുകൊണ്ട് ഏറ്റവും നന്നായിട്ട് എൻ്റെ ഉള്ളിലേക്ക് ദൈവം വെച്ചിരിക്കുന്ന ആ ഒരു പേർപ്പസ് ഉണ്ട്. അതിനെ ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അതിനെ ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോഴാണ് ഈ ഭൂമിയിൽ എൻ്റെ ജീവിതം ഏറ്റവും അർത്ഥപൂർണ്ണമാകുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ അന്വേഷിക്കുന്നു, പിന്നെ ഞാൻ മുട്ടിക്കൊണ്ടിരിക്കും. അപ്പം ചോദിച്ചാലും പോരാ, അന്വേഷിച്ചാലും പോരാ, വഴികളും നമ്മൾ ചോദിച്ചു, ഐഡിയാസ് കിട്ടി, എങ്ങനെ വേണം എന്നുള്ളതെല്ലാം നമുക്ക് ലഭിച്ചു. എന്നിട്ട് നമ്മൾ അന്വേഷിച്ചൊരു പ്ലാൻ ഉണ്ടാക്കി, ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കി, ഇനി നമുക്ക് ഇംപ്ലിമെൻറ്റേഷൻ വരണം അല്ലേ. നമ്മൾ ആ ഡിസിഷൻ എടുത്തു, ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്, ഈ രീതിയിൽ വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മുടെ ചോയ്സസ് എല്ലാം മേക്ക് ചെയ്ത് കഴിയുമ്പോൾ ദെൻ ദർ ഇസ് ആൻ ഇംപ്ലിമെൻറ്റേഷൻ. അതാണ് മുട്ടുപിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. നിങ്ങൾ മുട്ടിക്കൊണ്ടേയിരിക്കുക, നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങൾ പറയും ഇത് ഞാൻ വിട്ടുമാറുകയില്ല, കാരണം എന്താണോ എന്നിൽ നിന്ന്, എൻ്റെ പേർപ്പസ്, എൻ്റെ ദൈവം എന്നിൽ നിക്ഷിപ്തമാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഡ്രീം ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്, അത് കിട്ടാൻ വേണ്ടി ഞാൻ വാതിലുകൾ മുട്ടിക്കൊണ്ടിരിക്കും. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഒരാൾ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയാണെന്നിരിക്കട്ടെ. അയാളുടെ പഠിത്തമെല്ലാം കഴിഞ്ഞു, അയാൾക്ക് ഇഷ്ടമുള്ള ഏരിയയിൽ തന്നെ അയാൾ ഡിഗ്രിയൊക്കെ എടുത്തു. എന്നിട്ട് അയാളൊരു ജോലി അന്വേഷിക്കുകയാണ്. നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കും, നമ്മളോട് തന്നെ ചോദിക്കും, എങ്ങനെ വേണം അത് ഞാൻ ചെയ്യാൻ, ഏത് രീതിയിൽ പോയാലാണ് എനിക്കത് കിട്ടുക. അപ്പോൾ നമുക്ക് പല ഐഡിയാസ് വരും. നമ്മുടെ മുമ്പിലേക്ക് പല കമ്പനികൾ, അല്ലെങ്കിൽ അവരുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള വലിയ ആൾക്കാർ, അല്ലെങ്കിൽ കുറച്ച് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാർ, നമ്മുടെ നെറ്റ്വർക്ക്, അങ്ങനെയുള്ള കാര്യത്തിലേക്കെല്ലാം നമ്മളിങ്ങനെ നോക്കിയിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ നമുക്കിങ്ങനെ വഴികൾ തുറന്ന് വരുന്നത് നമുക്ക് മനസ്സിലാകും. അപ്പം നമുക്ക് ലഭിക്കുന്ന ആ ഒരു ഉൾക്കാഴ്ച വെച്ചുകൊണ്ട് നമ്മൾ അന്വേഷിക്കും, ഇവരെവിടെയാണ്, എങ്ങനെയാണ്, ഏത് രീതിയിലാണ് ഇവരെ ഒന്ന് കാണാൻ പറ്റുക, ഏത് രീതിയിലാണ് ഈ കമ്പനിയിൽ എനിക്കൊരു അപ്ലിക്കേഷൻ അയക്കാൻ പറ്റുക, അങ്ങനെയെല്ലാം നമ്മൾ ചോദിക്കുമ്പോൾ പലയിടത്തായിട്ട്. അപ്പം നമ്മളോട് പറയും, ഒരിടത്ത് പോരാക്കട്ടോ, നിങ്ങൾ പല സ്ഥലത്ത് നോക്കണം, പല ആൾക്കാരുമായിട്ട് നിങ്ങൾ അപ്രോച്ച് ചെയ്യണം. അങ്ങനെ നമ്മൾ അന്വേഷിച്ച് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന വാതിലാണ് ആ ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുന്ന ഒരു വാതിൽ. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ പോയി നമുക്ക് മുട്ടി ഒരു വാതിൽ തുറന്നു, അത് ചിലപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതുപോലെ തന്നെ വീണ്ടും നമ്മുടെ പ്രോസസ്സുകൾ ചെയ്തുകൊണ്ടേയിരിക്കും, മുട്ടിക്കൊണ്ടേയിരിക്കും, അൺലെസ് ആൻഡ് അൺടിൽ യു ഗെറ്റ് ഇറ്റ്. നമ്മൾ അതിനകത്ത് തന്നെ ചേർന്ന് പറയുന്നുണ്ട്, ഒരു വിധവ ഒരു ന്യായാധിപനെ ശല്യപ്പെടുത്തുന്ന ഒരു കാര്യമല്ലേ. പല പ്രാവശ്യം ശല്യപ്പെടുത്തുമ്പോൾ ന്യായാധിപൻ തന്നെ പറയുന്നുണ്ട്, എനിക്ക് ഈ സ്ത്രീ കണ്ടിന്യൂസ് ആയിട്ട് എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, അവരെ പേടിച്ചിട്ടോ അല്ലെങ്കിൽ എനിക്ക് ദൈവം എന്ന ആളോട് പോലും അധികം പേടിയില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ, എന്നാലും ഇവരുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിട്ട് ഞാൻ ഇവർക്കത് ചെയ്തു കൊടുക്കുമെന്ന് പറയുന്നത് പോലെ പലപ്പോഴും നമ്മൾ ചിലപ്പം ഒരാൾ നമ്മളോടുത്ത് തോന്നുന്നു, ഇയാൾ കുറേ നാളായിട്ട് നടക്കുന്നു, അങ്ങ് ചെയ്തു കൊടുക്കാം എന്നുള്ള രീതിയിലായിരിക്കും. പക്ഷേ ഇവിടെയെല്ലാം നമുക്ക് വേണ്ട 2 ഗുണമാണ് പേഷ്യൻസ് ആൻഡ് പെർസീവറൻസ്. എന്താണ് പേഷ്യൻസ് ആൻഡ് പെർസീവറൻസ്? ഇവിടെയാണ് നമ്മൾ ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വരുന്നത്. നമ്മുടെ മനസ്സ് മടുത്തു പോകാതെ, നമ്മൾ ഒരു കാരണവശാലും ഗിവ് അപ്പ് ചെയ്യാതെ, നമ്മൾ കണ്ടിന്യൂസ്ലി ആ പ്രോസസ്സിലേക്ക് പോകാനായിട്ട് നമ്മളെ ശക്തീകരിക്കുന്ന ഒരു സൂപ്പർ പവറാണ് നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം നമ്മളോട് പറയണം, നിൻ്റെ ഉള്ളിലേക്ക് തന്നെ നോക്കുക, നീ ചോദിച്ചുകൊണ്ടേയിരിക്കുക, നീ ചോദിക്കുമ്പോൾ നിൻ്റെ ഉള്ളിൽ ഞാൻ നിനക്ക് ആൻസേഴ്സ് തന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് നീ നിർത്താൻ പാടില്ല. ആ ആൻസേഴ്സിനെ എടുത്തുകൊണ്ട് നീ അന്വേഷിക്കണം, എങ്ങനെയാണ് ഇതിനെ ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് നീ അന്വേഷിക്കണം. അന്വേഷിക്കുമ്പോൾ നിങ്ങൾക്ക് ചില വഴികളും വാതിലുകളും തുറന്നു കിട്ടും. ആ വാതിലുകളിൽ നീ കണ്ടിന്യൂവസ്ലി മുട്ടിക്കൊണ്ടിരിക്കുക. അങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഏതെങ്കിലുമൊക്കെ വാതിലുകൾ നിനക്ക് തുറക്കും. അങ്ങനെ തുറക്കുന്ന വാതിലൂടെ നീ അകത്തേക്ക് ചെല്ലുമ്പോൾ നിനക്ക് ആവശ്യമായ, നീ ചിന്തിക്കുന്ന, നീ ആഗ്രഹിക്കുന്ന ആ രീതിയിലുള്ള ഒരു ഫലം നിനക്ക് ലഭിക്കും. അപ്പോൾ ഈ വാചകത്തെ, നമ്മുടെ ഈ ഹോളി ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ഈ വേർഡ്സുകളെ, ഈ വാക്യങ്ങളെ അന്വർത്ഥമാക്കണം. നമ്മുടെ ജീവിതത്തിലേക്ക് ഇതിനെ കൊണ്ടുവരണം. ഒരു കാരണവശാലും മടി പിടിച്ചിരിക്കുന്നവരാകരുത്. എനിക്കൊന്നും കിട്ടിയില്ല, ഞാൻ ദൈവത്തോട് കുറേ പ്രാർത്ഥിച്ചു, കുറേ ചോദിച്ചു, എനിക്കങ്ങ്
തന്നില്ല, ഞാൻ എത്ര നാളായി പറയുന്നു. അങ്ങനെ അല്ല. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ അംശമാണ്. ചിന്തിക്കാനും പ്രവർത്തിക്കാനും എല്ലാം ആ ദൈവീകതയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ദൈവം പറയുന്നത്, നിനക്ക് ഞാൻ തന്നിരിക്കുന്നതിനെ നീ യൂസ് ചെയ്ത് നീയാണ് പ്രവർത്തിക്കേണ്ടത് എന്നാണ് ദൈവം പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അന്വേഷിച്ചു കൊണ്ടിരിക്കാം, ചോദിച്ചു കൊണ്ടിരിക്കാം, മുട്ടിക്കൊണ്ടിരിക്കാം. തീർച്ചയായിട്ടും വാതിലുകൾ തുറക്കും. പ്രത്യേകിച്ച് നമ്മുടെ ഈ സമയത്ത് നമ്മളെല്ലാവരും കുറച്ച് ലോകമെല്ലാം ഒന്ന് പുറകോട്ട് പോയിരിക്കുന്ന ഈ സമയത്ത് വീണ്ടും നമ്മൾ ചിലപ്പോൾ ഒരു ബേസിൽ നിന്ന് തുടങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ചോദിക്കണം, നിരാശരാകരുത്, പ്രത്യാശ കൈവിടരുത്. നിങ്ങളുടെ പേഷ്യൻസും പെർസീവറൻസും നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കി നിങ്ങളുടെ കോൺഫിഡൻസിനെ മുറുകെ പിടിച്ചുകൊണ്ട്, നിങ്ങളുടെ സ്ട്രെങ്സിനെയും എബിലിറ്റീസിനെയും സ്കിൽസിനെയും മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങളോട് തന്നെ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മുടെ അൺകോൺഷ്യസിൽ വസിക്കുന്ന ദൈവം നമ്മളോട് പറയും. നമ്മുടെ ഇന്നർ കോർ ഓഫ് മൈൻഡിലാണ് ദൈവം വസിക്കുന്നത്. ദൈവം നമുക്ക് ആൻസേഴ്സ് തന്നുകൊണ്ടിരിക്കും. നമ്മൾ ചോദിക്കുക, എന്താണ് ഞാനിവിടെ ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് പോകേണ്ടത്? ഒരൊറ്റ ചോദ്യത്തിൽ നിങ്ങൾ കാര്യങ്ങൾ നിർത്തരുത്. പല കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. മനസ്സിനോട് വീണ്ടും 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 വീണ്ടും, അപ്പോൾ അതങ്ങനെയായാലും എങ്ങനെ ഇരിക്കും, ഇതങ്ങനെയായാലും അങ്ങനെ ഇരിക്കും, അതങ്ങനെയായാലും അത് ശരിയാവും, ഇതിങ്ങനെ പോയാൽ അത് ശരിയാവും, ഇതിങ്ങനെ പോയാൽ അത് ശരിയാവും, അങ്ങനെ 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 ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം പറയും, ഓക്കെ, അപ്പോൾ ആൻസേഴ്സ് ഇങ്ങനെ വരും. ആ ആൻസേഴ്സിനനുസരിച്ച് നമ്മൾ ചോദിക്കുക, അപ്പം ഏത് രീതിയിലാണ് ഞാനിതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്? എനിക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു, ഇനി ഇതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്ത ആൻസറിനെ എന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വഴികൾ എന്താണ്? അങ്ങനെ നമ്മൾ വഴികളെ പറ്റി അന്വേഷിക്കുമ്പോൾ നമുക്ക് വഴികൾ തുറന്നു കിട്ടും. ആ വഴികളിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മൾ വാതിലുകൾ കിട്ടും. ആ വാതിലിൽ മുട്ടുമ്പോൾ ഏതെങ്കിലുമൊക്കെ വാതിലുകൾ നമുക്കായി തുറക്കും. അങ്ങനെയുള്ളൊരു ജീവിതത്തിലേക്ക് നമുക്ക് പ്രത്യാശയോടുകൂടി ജീവിക്കാം. അപ്പോൾ എല്ലാവരും ചിന്തിക്കേണ്ട കാര്യം, നമ്മളോട് തന്നെ നമ്മുടെ ഉള്ളിലേക്ക് നോക്കുക. നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ഇന്നർ കോറിൽ വസിക്കുന്ന, നമ്മുടെ അൺകോൺഷ്യസിൽ വസിക്കുന്ന ആ ദൈവത്തോട് നമുക്ക് ലെറ്റ് us ask and definitely we will get the answer. Let us seek and we will find the way, and let us knock. Definitely the doors will be open for us. അങ്ങനെ ചോദിക്കുന്നവരും അന്വേഷിക്കുന്നവരും മുട്ടുന്നവരുമായിട്ട് നമുക്ക് മാറാം. അങ്ങനെ നമ്മുടെ ജീവിതം ഏറ്റവും മനോഹരമാക്കാം. ഞാൻ എല്ലാവർക്കും ഏറ്റവും നല്ലതും ഏറ്റവും മനോഹരവും ബ്ലെസ്സഡുമായിട്ടുള്ള ഒരു ജീവിതം ആശംസിക്കുന്നു. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ.